ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയണ ഒരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. അതാണ് നമ്മുടെ ഓട്ടോറിക്ഷ. ഇത് ഞാൻ പുതിയതൊന്നും അല്ല കേട്ടോ ഗൈസ് വാങ്ങിച്ചേക്കണേ. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷയാണ്, ബജാജ് കോമ്പാക്റ്റ്. അതാണ് നമ്മളെ കൊണ്ടൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പുതിയതൊന്നും മേടിക്കാനുള്ള കാശില്ല. ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഓട്ടോ ഒക്കെ ഓടിച്ച് നടക്കാം. നമുക്കിനി ഓട്ടോ എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ എവിടെയാണ് ആ സ്റ്റാൻഡ്? യുമാരൻ നടു റോട്ടിൽ ബർണൗട്ട് ചെയ്യണം. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ ഗൈസ് ഇത് ഓട്ടോയുടെ അല്ല, ടാക്സിയാണ്. അത് കാറുകൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഓട്ടോറിക്ഷയുടെ സ്റ്റാൻഡ് കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 3 ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. എന്നിട്ട് ആ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം, ഞാനും കൂടെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചോട്ടെ എന്ന്. അവർ സമ്മതിക്കുമായിരിക്കും. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇവിടെ കിടന്ന ഒത്തിരി ഓട്ടം കിട്ടുമെന്ന് വിചാരിക്കണം ഗൈസ്. ഒരു ചേച്ചി വരുന്നുണ്ട്, നമ്മളെ ഓട്ടം വിളിക്കാവുന്നതായിരിക്കും. അതെ, ഒരു ഓട്ടം പോവാമോ? പോവാലോ ചേച്ചി. ചേച്ചിക്ക് എങ്ങോട്ടാ പോണ്ടേ? എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്കാ പോണ്ടേ. ശരി ചേച്ചി, വണ്ടി കയറിക്കോ. ഗൈസ്, ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സിനെ ആരെയും കാണാനില്ലല്ലോ. ചേട്ടനിവിടെ ഓട്ടോ ഡ്രൈവേഴ്സിനെ ആരെങ്കിലും കണ്ടോ? എടാ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണോ? ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണോ? കണ്ടിട്ട് തോന്നല്ല. ചേട്ടാ, ഞാനും കൂടെ ഇവിടെ ഓട്ടോ ഓടിച്ചോട്ടെ? ഇനിയിപ്പോൾ എന്താ, നീ ഓടിച്ചോ. ശരി ചേട്ടാ, ഞാൻ അങ്ങോട്ട് പോവാ. ഗൈസ്, ഇവിടെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ എത്തി. ഓട്ടോ കാശ് എത്ര രൂപയായി? ചേച്ചി 200 രൂപയായി. ശരി ഗൈസ്, ആ ചേച്ചി നമുക്ക് 200 രൂപ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ജംഗ്ഷനിലേക്ക് പോവാം ഗൈസ്. എനിക്കൊരു കോൾ വരുന്നുണ്ട്, എടുത്ത് നോക്കാം. ഹലോ, ആരാ? അതെ, ബാർബർ ഷോപ്പിൻ്റെ അവിടെ വരെ വരുമോ? ശരി ചേട്ടാ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഗൈസ്, നമുക്കിപ്പോൾ 2ാമത്തെ ഓട്ടോ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ബാർബർ ഷോപ്പിലേക്ക് വരാനാണ് പറഞ്ഞത്. ചേട്ടാ, എങ്ങോട്ടാ പോട്ടെ? പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വീടും. ഗൈസ്, ആ ചേട്ടനെ വീട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്കിനി പോവാം. ആ ചേട്ടൻ നമുക്ക് 120 രൂപ കേട്ടോ ഗൈസ് തന്നെ. നമുക്കിനി തിരിച്ച് ജംഗ്ഷനിലേക്ക് പോയി നോക്കാം. അതെ, വണ്ടി നിർത്തോ. ചേച്ചിക്ക് എങ്ങോട്ടാ പോണ്ടേ? എനിക്ക് ഹോസ്പിറ്റലിലാ പോണ്ടേ. ചേച്ചി കയറിക്കോ. ഗൈസ്, നമ്മളിവിടെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ചേച്ചി ഇറങ്ങിക്കോ. ഗൈസ്, ആ ചേച്ചി നമുക്കങ്ങനെ 500 രൂപ തന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് വീണ്ടും ജംഗ്ഷനിലേക്ക് പോവാം. ഗൈസ്, ഇവിടെ ആണെങ്കിൽ രാത്രി അല്ല, ഇതാരെയും ഓടി തന്നെ. ചേട്ടാ, ഓട്ടോ വിളിക്കാൻ വന്നാണോ? അതും എനിക്ക് കൺസ്ട്രക്ഷൻ ഏരിയ പോകണം. ഗൈസ്, ഇവിടെ അങ്ങനെ കൺസ്ട്രക്ഷൻ ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ആ ചേട്ടാ ഇറങ്ങിക്കോ. ഗൈസ്, ആ ചേട്ടനെ അങ്ങനെ ഇറക്കി വിട്ടു. ആ ചേട്ടൻ നമുക്ക് 1000 രൂപ തന്നിട്ട് ഗൈസ്. അപ്പോൾ ആദ്യത്തെ ദിവസമായിട്ട് നമ്മളിന്ന് 1820 രൂപയാണ് ഉണ്ടാക്കിയത്. ഇന്നിനി വയ്യാണ്ടായി, നമുക്ക് നാളെ ഓട്ടോ ഓടിക്കാം.